ഏറ്റവും ഒടുവിൽ മുറിക്കുളത്ത് വെച്ചിട്ടാണ് പാലത്തിൽ വെച്ചിട്ട് ആദ്യം ഉപേക്ഷിച്ചു, കുഞ്ഞിനെ കളഞ്ഞു എന്ന് പറയുന്നു. പിന്നീടാണ് പാലത്തിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടു എന്ന് പറയുന്നത്. എന്തായാലും ഈ പാലത്തിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടു എന്നുള്ള മൊഴിയിൽ ഉറച്ചിരിക്കുകയാണ് പോലീസ്. അമ്മ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ ഇപ്പോൾ പോലീസിന് ഈ തെരച്ചിലിന് മാനദണ്ഡമാക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ. കാരണം അമ്മ മിനിറ്റുകൾ ഇടവിട്ട് മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മാനസികാസ്വാസ്ഥ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം അമ്മ അഭിനയിക്കുന്നതാണോ അതോ അത്തരത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് ഇനിയും വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇതൊന്നും സ്ഥിരീകരിക്കാനുള്ള സമയമല്ല. എത്രയും വേഗം കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതുകൊണ്ട് തന്നെ പോലീസ് അതിന്റെ പിന്നാലെയാണ്, നാട്ടുകാർ അതിന്റെ പിന്നാലെയാണ്. എന്നിരുന്നാൽ പോലും അമ്മ പറയുന്നത് കേൾക്കുകയെ നിവർത്തിയുള്ളൂ എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭവ്യ, അതാണ് എന്തായാലും പാലത്തിന് താഴേക്കിട്ടെന്നാണ് അമ്മയുടെ മൊഴിയുള്ളത്. ആ മൊഴി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മൂഴിക്കുളം പാലത്തിന് സമീപം വ്യാപകമായി പോലീസ് പരിശോധന നടത്തുന്നു. കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറുകളായിരിക്കുന്നു. അമ്മയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് കുഞ്ഞിലേക്ക് എത്താൻ പോലീസിനെയും വൈകിപ്പിക്കുന്നത്. കുട്ടിയെ കണ്ടെത്താനായി വ്യാപക തിരച്ചിലാണ്. പോലീസും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിലാണിപ്പോൾ പാലത്തിന് സമീപം നടത്തുന്നത്. എന്തായാലും പാലം വരെ കുഞ്ഞുമായി അമ്മ എത്തി എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും മൂഴിക്കുളം ഭാഗത്തേക്ക് കുട്ടിയുമായി എത്തിയെന്ന പോലീസ് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കുട്ടിക്കായുള്ള തിരച്ചിൽ അത് വ്യാപകമായി നടത്തുകയാണ് പോലീസ്. എറണാകുളം തിരുവാങ്കുളത്താണ് 3 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ കല്യാണിയെ കാണാതായത്. പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു. കുട്ടിയുടെ അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിനാൽ അമ്മയെ ചെങ്ങമനാട് പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. അമ്മയ്ക്ക് മാനസികമായി പ്രശ്നമുണ്ടായിരുന്നതായി കുടുംബക്കാർ പറയുന്നുണ്ട്. അമ്മ കുട്ടിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കുട്ടിക്കായുള്ള വ്യാപക തിരച്ചിൽ. പാലത്തിന് താഴേക്ക് മൂഴിക്കുളം പാലത്തിന് താഴെ പോലീസ് പരിശോധിക്കുന്ന തിരച്ചിലിന് ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു. മൂഴിക്കുളം പാലത്തിന് സമീപം കുട്ടിയുമായി അമ്മ എത്തി എന്നുള്ള വിവരം ഏറെക്കുറെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാലത്തിന് സമീപം വ്യാപക തിരച്ചിലാണ്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് തിരച്ചിലിനായിട്ട്. പാലത്തിന് താഴേക്ക് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നാണ് അമ്മ മൊഴി നൽകിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മൂഴിക്കുളം ഭാഗത്ത് കുട്ടിയുമായി എത്തി എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. കുട്ടിക്കായി വ്യാപക തിരച്ചിൽ നടത്തുകയാണ് പോലീസ്. എന്തായാലും അമ്മയ്ക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്ന് കുടുംബക്കാർ തന്നെ പറയുന്നു. അമ്മ കുട്ടിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് കുട്ടിയുടെ അച്ഛനും പോലീസിനോട് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അകൽച്ചയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ ബന്ധുവും സ്ഥിരീകരിച്ചതാണ്. അതിനിടെ എന്തായാലും കുട്ടിയുടെ അമ്മയുമായി പോലീസ് പുറത്തോട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് കുഞ്ഞിന്റെ അമ്മയുമായി പോലീസ് പുറത്തോട്ട് പോയത്. അമ്മ എന്തായാലും വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കുട്ടിയുമായി ഒരു യുവതി പോകുന്ന ദൃശ്യങ്ങൾ, അതായത് ഈ അമ്മ പോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപ് അൻവർ സാദത്ത് MLA നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഞാൻ കുറച്ച് സമയം മുമ്പാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ആലുവ DYSPനെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മ ഇപ്പോൾ ഉള്ള സ്റ്റേഷൻ പരിധിയായ ചെങ്ങമനാട് CIനെ വിളിച്ച് വിവരങ്ങൾ തേടി. അപ്പോൾ കുട്ടിയുടെ അമ്മ പരസ്പര വിരുദ്ധമായി പറയുന്നത്, ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളിൽ അത് പറഞ്ഞ കാര്യം വസ്തുതയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടുന്ന് ഈ പറഞ്ഞ മൂഴിക്കുളം ആ ഭാഗത്തുള്ള CCTVകൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ടോ എന്ന് പോലീസ് അവരോട് വീണ്ടും കാര്യങ്ങൾ തിരക്കുകയാണ്. അമ്മ പറഞ്ഞ രീതിയിലും അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞത്. അതല്ല, പോലീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിയുടെ അമ്മയിൽ നിന്നും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വിവരം അനുസരിച്ചുകൊണ്ടും അവർ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അമ്മ പറഞ്ഞ കാര്യം വസ്തുവിരുദ്ധം അതിന്റെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അമ്മ പറഞ്ഞ ആ കാര്യങ്ങളും പോലീസ് അതിന്റെ അന്വേഷണം മുന്നോട്ട് വന്ന് ഇവർ വീണ്ടും ഇത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അവരോട് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. അൻവർ സാദത്ത് MLAയുടെ പ്രതികരണമാണ് കേട്ടത്. നമ്മളോട് സംസാരിച്ചപ്പോൾ, ന്യൂസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മൂഴിക്കുളം ഭാഗത്ത് പോലീസ് CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് എന്ന്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരമാണ് നമുക്ക് ലഭിക്കുന്നതും.
മൂഴിക്കുളം പാലത്തിന് സമീപമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ആ പാലത്തിന് താഴോട്ട് കുഞ്ഞിനെ ഇട്ടു എന്നാണ് അമ്മ പറഞ്ഞത്, താഴോട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത്. മൂഴിക്കുളം ഭാഗത്താണ് പരിശോധന. അമ്മയുടെ മൊഴി പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ അവസാനമായി അമ്മ നൽകിയ മൊഴി ഇതാണ്: പാലത്തിന് താഴോട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു, കുഞ്ഞിനെ ഇട്ടു എന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ വ്യാപകമായ തിരച്ചിൽ പോലീസും ഫയർഫോഴ്സും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കുഞ്ഞിന്, ആ കല്യാണിക്ക് 3 വയസ്സുകാരി പെൺകുഞ്ഞിന്, അവൾക്ക് അപകടമൊന്നും പറ്റാതെ സുരക്ഷിതമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കേരളം ഒറ്റക്കെട്ടായ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൾ സുരക്ഷിതയായിരിക്കണം എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് അവൾക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കുടുംബ പ്രശ്നമാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ കാണാതായതിന് പിന്നിൽ എന്നൊരു സംശയം പോലീസിനുണ്ട്. അമ്മയുടെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് കുഞ്ഞിലേക്ക് എത്താൻ എന്തായാലും വൈകിപ്പിക്കുന്നത് പോലീസിനെ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അവൾക്കായി, ആ പെൺകുഞ്ഞിനായി വലിയ തിരച്ചിൽ, ആ കുരുന്നിനെ തേടിക്കൊണ്ടുള്ള തിരച്ചിലാണ്. കേരളം മുഴുവൻ അവൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിനെ വൈകാതെ തന്നെ നമുക്ക് ഇനിയും സമയം വൈകാതെ തന്നെ കുഞ്ഞിനെ നമുക്ക് തിരിച്ച് കിട്ടേണ്ടതുണ്ട്. അവൾക്കായി തിരയുകയാണ്. എന്തായാലും എന്തെങ്കിലും വിവരം അവളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. എന്തായാലും മൂഴിക്കുളം പാലത്തിപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും അമ്മ അവസാനം നൽകിയ മൊഴി കേന്ദ്രീകരിച്ച് ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു അല്ലേ? പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു. എന്തെങ്കിലും വിവരം ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ടോ ആജ്ഞ? ഭവ്യ, പെരിയാറിന്റെ ഭാഗത്തേക്ക് കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, പ്രാദേശിക നീന്തൽ സംഘങ്ങളുടെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സ് എത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ മൊഴി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് കുഞ്ഞിനെ തിരയാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മൊഴി അനുസരിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പോലീസിന് ഒരു സാഹചര്യമില്ല. കാരണം SP തന്നെ പറഞ്ഞത് റിസ്ക് എടുക്കാനുള്ള സാഹചര്യമില്ല. കാരണം അമ്മ മാത്രമേ കുഞ്ഞിന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് പറയുന്നു അതിനനുസരിച്ച് പോകാനേ ഇപ്പോൾ തൽക്കാലം നിവൃത്തിയുള്ളൂ എന്നുള്ളത്. അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നതാണോ എന്നുള്ള കാര്യം കൂടി അറിയാനുണ്ട്. മാത്രമല്ല, ഈ മഴ ഉണ്ട്, ശക്തമായ മഴയാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. ഈ മഴയത്ത് തെരച്ചിൽ നടത്തുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യമാണ്. പ്രത്യേകിച്ചും നദിയിലൊക്കെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ ഈ പ്രാദേശിക നീന്തൽ സംഘങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ മൊഴി വിശ്വസിച്ച്